ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 15 അല്ലി ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.